ഓക്കെ, ഇത് മൺഡേ ആണ്. നമുക്കിത് ആസ് യൂഷ്വൽ സേവ് സാറിന്റെ സെഷനാണ് ഉണ്ടാവാറ്. ലോ ഓഫ് അട്രാക്ഷൻ എന്ന ടോപ്പിക്കുമായിട്ട് നമ്മുടെ ബി മാജിക് ആൻഡ് ടാബിറ്റ് ഓഫ് ഫൗണ്ടറും ഹാബിറ്റ് ഫോർമേഷൻ കോഴ്സുമായിട്ടുള്ള സേവ് സാറെ ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്. സോ പ്ലീസ് വെൽക്കം. വെരി മാജിക് മോർണിംഗ്. എല്ലാവർക്കും ഒരു മാജിക് മോർണിംഗ് ആശംസിക്കുന്നു. ഇനി കുറച്ച് ദിവസത്തിനുള്ളിൽ, നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളൊക്കെ ആയിട്ട് നോമ്പ് ആരംഭിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നോമ്പിന് നമ്മൾ ടൈം പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നും ചെയ്യുന്നില്ല. അതേ സമയത്ത് തന്നെ ആയിരിക്കും പോവുക. പള്ളിയിലൊക്കെ പോകാനുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം, അത്തരം കാര്യങ്ങളിലേക്ക് പോവുക. മെഡിറ്റേഷൻസ് ആർക്കെങ്കിലും നേരത്തെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ടീം മെമ്പേഴ്സായിട്ട് കോൺടാക്ട് ചെയ്യുക. ഈ മെഡിറ്റേഷനിൽ പങ്കെടുക്കാൻ പറ്റില്ല, ആ സമയത്ത് പള്ളി അല്ലെങ്കിൽ അത്തരം നിസ്കാരമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും. അപ്പോൾ അതിന് മുന്നേ ചെയ്യാനോ ശേഷം ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ടീം മെമ്പേഴ്സിനെ കോൺടാക്ട് ചെയ്ത് അവരോട് മെഡിറ്റേഷൻ്റെ ലിങ്ക് മേടിക്കുക. അതുവഴി നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക. ക്ലാസ് അതേപോലെ 5:50 ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്ക് ഏകദേശം പള്ളി കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആവും. അങ്ങനെ 5:20 ആ സമയത്തേക്കാണ് ബാങ്ക്. ഒരു 5:40 ആയിട്ടായിരിക്കും നിസ്കാരങ്ങളൊക്കെ തുടങ്ങിയിട്ട് ചെയ്യും. അപ്പം നിങ്ങളുടെ പ്രയോറിറ്റി ഏതാണോ ആ പ്രയോറിറ്റിക്ക് അനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്യുക. പ്രത്യേകം പറയാനുള്ളത്, നോമ്പിന് നമ്മൾ സൃഷ്ടിക്കുന്ന ഒരു ചീത്ത ശീലം എന്താ വെച്ച് കഴിഞ്ഞാൽ, രാവിലെ എണീറ്റിട്ട് നമ്മുടെ പ്രാതലെല്ലാം കഴിച്ച് നിങ്ങൾ നിസ്കാരമെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു 6:30 ഒക്കെ ആകുമ്പോൾ ഒരു കിടന്നുറങ്ങുന്നൊരു സ്വഭാവം പൊതുവെ നമ്മൾ കണ്ടുവരാറുണ്ട്. അത്തരം ശീലങ്ങൾ ക്രിയേറ്റ് ചെയ്യാതിരിക്കുക. കാരണം നിങ്ങൾ എണീറ്റതിൻ്റെയും നിങ്ങൾ ആ ചെയ്യുന്നതിൻ്റെയൊക്കെ എല്ലാ റിസൾട്ടും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു, മെന്റലി ആൻഡ് ഫിസിക്കലി. അല്ലെ, ഫിസിക്കലി അങ്ങനെ തന്നെ അല്ല റസാക്സ്. നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ കിടന്നുറങ്ങുന്ന നമ്മുടെ നോമ്പിന്റെ ശരീരത്തിന് നല്ലതാണോ ചീത്തയാണ്? ചീത്തയാണ്. ഓക്കെ, അത് നിങ്ങളുടെ മാനസികമായിട്ട് തീരെ നല്ലതല്ല. എണീറ്റതിന് ശേഷം കിടക്കുക എന്നുള്ള പ്രക്രിയ അതിന്റെ പുറമെ നോമ്പിന് പ്രത്യേകിച്ചും നല്ലതല്ല. കാരണം നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടുള്ള തന്നെ 4:30 ആ സമയത്തൊക്കെ ആയിരിക്കും. അതൊന്ന് റിമൈൻഡ് ചെയ്യുന്നുള്ളൂ. മാത്രമല്ല, എക്സസൈസ് ചെയ്യുന്ന അടക്കമുള്ള ശീലങ്ങൾ നമ്മൾ മുടക്കാതിരിക്കുക എന്നുള്ളതാണ്. എക്സസൈസ് ചെയ്യുന്ന അടക്കമുള്ള ശീലങ്ങൾ നിങ്ങളെന്നും 5000 സ്റ്റെപ്പോ 2000 സ്റ്റെപ്പൊക്കെ നടക്കുന്ന ഒരാളാണെങ്കിൽ 10 സ്റ്റെപ്പെങ്കിലും നടക്കുക, അല്ലെങ്കിൽ 100 സ്റ്റെപ്പെങ്കിലും നടക്കുക, അല്ലെങ്കിൽ 500 സ്റ്റെപ്പെങ്കിലും നടക്കുക. സാധാരണ നടക്കാൻ പറ്റുന്നവർ അത്രയും നടക്കുക. അപ്പം അത്രയും കാര്യങ്ങളൊക്കെ റിമൈൻഡ് ചെയ്തെന്നുള്ളൂ. സോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ടോപ്പിക്കാണ്. ഡോക്ടർ പ്രാഷൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ടോപ്പിക്കാണ്. പല ആളുകളും ഈ ലോ ഓഫ് അട്രാക്ഷനിൽ സംഭവം എന്ന് വെച്ചാൽ, ഞാനിപ്പോ ഇനിയിപ്പോ അടുത്ത ഓർമ്മിച്ചെന്നുള്ള അടുത്ത നമ്മളെ വൈബ് എന്ന് പറയുന്നൊരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഓഫീസിൽ വെച്ചിട്ടാണ്. പല ആളുകൾക്കും ഇതിൽ മീറ്റപ്പ് അല്ലെങ്കിൽ ഒരുമിച്ച് കൂടണം എന്നൊക്കെ പല ആളുകളും പറയാറുണ്ട്. ഇപ്പം അത് പോസിബിൾ ആവുന്ന ആളുകൾക്ക് ബുധനാഴ്ച എല്ലാ വ്യാഴ്ചയും നമ്മുടെ കൊണ്ടോട്ടി ഓഫീസിൽ വെച്ചിട്ട് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എത്ര പേര് അറിഞ്ഞിട്ടുണ്ടെന്ന് അറിയില്ല. വൈബ് എന്നാണ് പ്രോഗ്രാമിന്റെ പേര്. രാത്രി 7 മണിക്കാണ്. ഇപ്പോൾ സുനിൽഭായി അങ്ങനത്തെ കുറെ ആളുകൾ പങ്കെടുക്കാറുണ്ട്, കോഴിക്കോട് നിന്ന് വരുന്ന ആളുകൾ. അത് നിങ്ങൾക്ക് ഒരു മീറ്റ് ചെയ്യാൻ, നിങ്ങളുടെ എനർജി ബൂസ്റ്റ് ചെയ്യാനുള്ള ഒരു അവസരമായിരിക്കും. ഇപ്പൊ നോമ്പ് പ്രമാണിച്ച്, റംസാൻ പ്രമാണിച്ചിട്ട് നമ്മൾ 4:30 മുതൽ ആയിരിക്കും. ആ 4:30 വന്നതിന് ശേഷം പ്രോഗ്രാം കഴിഞ്ഞ് അവിടെ നോമ്പ് തുറന്നിട്ട് പോകാന്നുള്ളതാണ്. നമ്മൾ എവിടെയെങ്കിലൊക്കെ ഒരു സ്ഥലത്ത് നോമ്പ് തുറക്കാൻ ചെറിയൊരു സെറ്റപ്പ് ഉണ്ടാക്കിയിട്ട് നോമ്പ് തുറന്നതിന് ശേഷം അവിടെ പോകുക. അപ്പൊ അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അവിടുത്തെ കുറെ സെഷൻസ് ഒന്നല്ല ഉദ്ദേശിക്കുന്നത്. നമ്മളൊരു പോസിറ്റീവ് ആയിട്ടുള്ള ആളുകളുടെ കൂട്ടായ്മയാണ് വൈബ് എന്നുള്ള ഉദ്ദേശിച്ചിട്ടുള്ളത്. നല്ലൊരു വൈബ്രേഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യുക, നല്ല വൈബുള്ള ആളുകൾ അവിടെ എന്ത് ചെയ്യുക, ഒരുമിച്ച് കൂടുക. നമ്മളെല്ലാ ആഴ്ചയിലും ഇപ്പൊ ഞാൻ, സുനിൽഭായി അല്ലെങ്കിൽ ഷിയാബ്ക്ക്, അങ്ങനെ കുറെ ആളുകൾ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. ഓൾറെഡി ഞങ്ങൾ ടേബിൾ ടോക്ക് എന്നുള്ള പ്രോഗ്രാമിന് വേണ്ടിയിട്ട് എല്ലാ ശനിയാഴ്ചയും ഒരുമിച്ച് കൂടുകയും അവിടെ നമ്മുടെ അടുത്ത ആഴ്ചയിലേക്ക് അനലൈസിങ് നടത്തും ചെയ്യാറുണ്ട്. ഇത് അങ്ങനെ അനലൈസിങ് അല്ല, അവിടെ നിങ്ങൾക്ക് ഒരു സെഷൻസ് ഉണ്ടാവും. നിങ്ങൾക്ക് ഒരു സെഷൻസ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, വളരെ കോണ്ടന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള സെഷൻസ് നിങ്ങൾക്ക് കിട്ടും. അതിന് പുറമെ നമ്മൾ അവിടെ ചെയ്യുന്ന ഒരു കാര്യം വെച്ചാൽ, നമ്മൾ കുറച്ച് ആളുകൾ ഒരുമിച്ച് കൂടുക. ആ ഒരുമിച്ച് കൂടാനുള്ള സ്പേസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് ഒരു എമൗണ്ട് മേടിക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളവിടെ ഒരുമിച്ച് കൂടുക, ആ ഒരുമിച്ച് കൂടിയിട്ട് കുറച്ച് കാര്യങ്ങൾ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുറച്ച് നേരം സംസാരിച്ചിരിക്കുക. അടുത്ത ആഴ്ചയിലേക്കുള്ള ഒരു ഔട്ട്ലൈൻ നമ്മൾ അവിടെ മറ്റതിനെ പോലെ ഡീറ്റെയിൽ അതൊന്നും ഇല്ലെങ്കിലും നിങ്ങൾക്കതൊരു യൂസ്ഫുൾ ആയിരിക്കും. ഓരോ ആഴ്ചയും നിങ്ങൾ പോസിറ്റീവ് ആയിട്ടുള്ള ആളുകൾ കൂടുതൽ മാസ്റ്റർ മൈൻഡിങ് എന്ന് പറയുന്നത്. ആ ഓപ്ഷൻസ് ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും ഒക്കെ പങ്കെടുക്കാവുന്ന രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു 20-24 പേര് വരെയൊക്കെ നമ്മുടെ ഓഫീസിൽ ഇപ്പൊ അഫോർഡബിൾ ആണ്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നാളെ കുടുംബം ചെയ്യുന്നത് പറ്റുന്ന ആളുകളുണ്ടെങ്കിൽ അതിൽ പങ്കെടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ബെനിഫിറ്റ് എന്ന് പറഞ്ഞ ഇത്രേ ഉള്ളൂ.
നമ്മൾ പോസിറ്റീവ് ഇപ്പൊ നിങ്ങളൊന്ന് വെറുതെ ഒന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യാം. ബി മാജിക്കിലുള്ള ആളുകൾ എല്ലാവരും എല്ലാ ആഴ്ചയും ഒരുമിച്ച് കൂടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എനർജി കൂടുകയോ കുറക്കോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ബെറ്റർ ആക്കി തരുമോ ഇല്ല, യെസ് ഓർ നോ നിങ്ങൾ കമന്റ് ചെയ്യാം. ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന് നിങ്ങൾ വേണ്ടി വളർത്തുന്ന പൈസയും സമയവും നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും എന്നുള്ള ആളുകൾക്ക് എന്ത് ചെയ്യും, വൈ കമന്റ് ചെയ്യാം. എനിവേ ഞാൻ സെഷനിലേക്ക് പോവാണ്. ഓക്കെ, നിങ്ങൾ കമന്റ് ചെയ്യാം, അല്ലാതെ നോയും കമന്റ് ചെയ്യാം. ഓക്കെ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ വെച്ചിട്ടുള്ള ചാപ്റ്റർ എന്ന് പറഞ്ഞത് എന്തായിരുന്നു? ആർക്ക് ഓർമ്മ നോക്കട്ടെ, എന്തായിരുന്നു കഴിഞ്ഞ ആഴ്ച പറഞ്ഞ സംഭവം? എന്താ? വിഷ്വലൈസേഷൻ ആണോ? ഏതിന്റെ വിഷ്വലൈസേഷൻ ആണ്? നമ്മൾ ഗോൾ സെറ്റ് ചെയ്യാനുള്ള ഗോൾ സെറ്റ് ചെയ്യാനുള്ള വേറെ ഗോളിനെ പറ്റിയിട്ടുള്ള വിഷ്വലൈസേഷൻ ആണ്. വേറെ ഗോൾ അല്ലാതെ എന്തിനെ കുറിച്ചുള്ള വിഷ്വലൈസേഷൻ ആണെന്ന് പറഞ്ഞത്? സ്കില്ലാണോ? സ്കില്ലല്ല, ഫിനാൻഷ്യൽ സെക്യൂരിറ്റി. ഫിനാൻഷ്യൽ സെക്യൂരിറ്റി അല്ലെ, വെൽത്തിനെ കുറിച്ച് വിഷ്വലൈസേഷൻ എന്താണ് ഇന്ന് നമ്മൾ പഠിപ്പിക്കുന്നതാണ്. അപ്പൊ ഞാൻ ഒന്നും കൂടെ കഴിഞ്ഞ ക്ലാസ് ഒക്കെ പങ്കെടുക്കാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി റിപ്പീറ്റ് ചെയ്യാണ്. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ലോ ഓഫ് അട്രാക്ഷൻ നിങ്ങൾക്ക് സമ്പത്തോ നിങ്ങൾ ആഗ്രഹിക്കുന്ന സംഭവങ്ങളോ നേടിത്തരാനുള്ള ഒരു ടൂളല്ല, നിങ്ങൾക്ക് ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിലേക്ക് നല്ലത് സംഭവിക്കുന്നുള്ളതാണ് പല ആളുകളും തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. അത് ഞാൻ ഒന്നും കൂടി റിമൈൻഡ് ചെയ്യാണ്. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത്, വാട്ട് യു തിങ്ക് യു വിൽ ബിക്കം, നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് നിങ്ങൾ അതായി തീരുന്നതാണ്. അല്ലാതെ നിങ്ങളിലേക്ക് എന്തില്ല നല്ല, അപ്പൊ അതിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽഡ് സെഷൻസ് നമ്മൾ എടുക്കുക അതിൽ. അപ്പോൾ നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അതായി തീരുമെന്നില്ല, അതല്ലാതെ നിങ്ങളിലേക്ക് നന്മകൾ വരുന്നില്ല. നിങ്ങൾ നന്മകളെ കുറിച്ചിട്ട് നല്ല കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ചിന്തിക്കുന്നത് വെച്ചെങ്കിൽ അതായിരിക്കും അട്രാക്ട് ചെയ്യാം. നിങ്ങൾ ചീത്ത കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ചിന്തിക്കുന്നത് വെച്ചെങ്കിൽ അതായിരിക്കും അട്രാക്ട് ചെയ്യാം. അല്ലാതെ ഒരിക്കലും എന്തല്ല നിങ്ങളിലേക്ക് നന്മ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് സമ്പത്ത് വരുന്നു അല്ലാതല്ല ലോ ഓഫ് അട്രാക്ഷൻ. ബേസിക് ലോ ഓഫ് അട്രാക്ഷന്റെ റൂൾ എന്ന് പറയുന്നത്, ലോ ഓഫ് അട്രാക്ഷൻ തന്നെ പിന്നെ ലോ ഓഫ് ലവ് എന്ന് വിളിക്കാറുണ്ട്. സ്നേഹം, നമ്മളെല്ലാവരോടും സ്നേഹമുള്ള വ്യക്തിയായിരിക്കുക, ആരോടും വെറുപ്പില്ലാത്ത വ്യക്തിയായിരിക്കുക, എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മളൊന്നുമില്ല നല്ലൊരു മനുഷ്യനാവും. ഏറ്റവും സിമ്പിൾ ലോ ഓഫ് അട്രാക്ഷൻ നിങ്ങൾക്ക് പറയുകയാണെങ്കിൽ, ഏറ്റവും സിമ്പിൾ ലോ ഓഫ് അട്രാക്ഷൻ നിങ്ങൾ എന്താ പഠിപ്പിക്കുന്നത് വെച്ചെങ്കിൽ, ബി എ ഗുഡ് ഹ്യൂമൻ ബീയിങ്. നമ്മൾ നല്ലൊരു മനുഷ്യനാവും. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ചില വ്യക്തികളുണ്ട്, അവരുടെ ലൈഫിൽ എപ്പോഴും ഒരു സന്തോഷം ഉണ്ട്. ആ സന്തോഷത്തിനാണ് പ്രാധാന്യം, അല്ലാതെ കുറെ സമ്പത്ത് ഉണ്ടാക്കുക, കുറെ കോടികൾ ഉണ്ടാക്കുക എന്നല്ല. അതൊക്കെ ഓരോരുത്തരുടെ ആഗ്രഹം അനുസരിച്ച് നിങ്ങൾക്ക് സൃഷ്ടിക്കാം. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് ഒരു ഫുൾഫിൽമെന്റ് ആണ്. ലൈഫിൽ നമുക്ക് എന്താ വേണ്ടത്, ശരിക്കും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്താ വേണ്ടത്? നിങ്ങൾ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്, നിങ്ങൾക്ക് കാർ വേണം, വീട് വേണം, ആരോഗ്യം വേണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഗോളുകൾ ചെയ്യുന്നുണ്ട്. ഇതിന്റെയൊക്കെ ലാസ്റ്റ് കണക്ട് ആവുന്ന പാർട്ട് ഏതാ? ഫൈനൽ എവിടെയൊക്കെ കണക്ട് ആവുന്നേ? എവിടൊക്കെ കണക്ട്? ഇതൊക്കെ നിങ്ങൾക്ക് ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ ഉണ്ടാവുക ലൈഫില്? സംതൃപ്തി, മനസ്സമാധാനം, സംതൃപ്തി, ഒരു ഫുൾഫിൽമെന്റ്, ഒരു ഹാപ്പിനെസ് ആണ് ഉണ്ടാകുക. ഇത് പല ആളുകൾക്കും പല രീതിയിലായിരിക്കും. എല്ലാവർക്കും സമ്പത്തന്നെ ആവുന്നില്ല. ഫോർ എക്സാമ്പിൾ, മദർ തെരേസ എന്ന് പറയുന്ന ഒരു വ്യക്തി ഞാൻ എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. എന്തായിരിക്കും മദർ തെരേസയുടെ ലോ ഓഫ് അട്രാക്ഷന്റെ ഫൈനൽ എന്തായിരിക്കും? ഫുൾഫിൽമെന്റ് എന്താ? പൈസയാണോ? പൈസയാണോ? ഇനി ഞാൻ വേറെ കാര്യം പറയാം. എം എ യൂസിഫ് അലി സാർ, അദ്ദേഹം ഒരു പിന്നെ വലിയ ബിസിനസ്സുകാരനാണ്. അദ്ദേഹത്തിന്റെ പ്രയോറിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? പൈസ ആയിരിക്കുമോ? പൈസ ആണോ? യെസ് ഓർ നോ? പൈസയാണെന്നുള്ളത് ഇപ്പൊ എം എ യൂസുഫ് അലി കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം അദ്ദേഹത്തിന് പൈസയോടുള്ള ഒരു ആഗ്രഹമാണ് എന്നുള്ള ആളുകളൊക്കെ ഒന്ന് എം എന്ന് ടൈപ്പ് ചെയ്ത്. ബിസിനസ്സുകാരാണോ അദ്ദേഹം? എന്നാ വേണ്ട. അംബാനി പൈസ എന്നുള്ള ആഗ്രഹത്തിന് വേണ്ടിയിട്ടാണെന്നുള്ളത് ബീനാമേൻ പറയുന്നത് എം. വേറെ ആർക്കെങ്കിലും ഒപ്പീനിയൻ ഉണ്ടോ? അംബാനിയെ ഞാൻ ആഡ് ചെയ്തു. അംബാനിയുടെ എം എ യൂസുഫ് അലി, ഈ രണ്ടാളുകളും അവരുടെ ഫൈനൽ ആഗ്രഹം പൈസ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ജിജീഷ് പറയുന്ന എം, ആബിദാമൻ പറയുന്ന എം, ഉണ്ണികൃഷ്ണൻ പറയുന്നോ, ഷാമിനിമേൻ പറയുന്ന എം. ഓക്കെ, എന്നാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആഗ്രഹം പൈസ ഉണ്ടാക്കുക എന്നുള്ളതല്ല. പൈസ എല്ലാവരും മോട്ടിവേറ്റ് ചെയ്യുന്നത്. പൈസയാണ് മോട്ടിവേറ്റ് ചെയ്യുന്നത് വെച്ചെങ്കിൽ അവർ ചാരിറ്റി കൊടുക്കാനോ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊന്നും തയ്യാറാവില്ല. പൈസ എല്ലാവരും മോട്ടിവേറ്റ് ചെയ്യുന്നത് അവർക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഒരു റെക്കഗ്നൈസേഷൻസും ആ ഫുൾഫിൽമെന്റും ആണ് അവർ മോട്ടിവേറ്റ്. അവിടെയാണ് അവർ ഹാപ്പി ആവും. അപ്പൊ ലോ ഓഫ് അട്രാക്ഷൻ അൾട്ടിമേറ്റ്ലി എന്താണ്? ഒരു മനുഷ്യന് സക്സസ് ആണോ
ഒരു സക്സസ്ഫുൾ ആയിട്ടൊരു മനുഷ്യൻ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ വിലയിരുത്താൻ പറ്റും? ഒരു വ്യക്തി സക്സസ് ആണോ അല്ലെ നമുക്ക് എങ്ങനെ വിലയിരുത്താൻ പറ്റുക? ഒരു വ്യക്തി സക്സസ് ആണോ? അപ്പൊ മമ്മൂട്ടി അല്ലെങ്കിൽ ഈ MI യൂസുഫ് അലി സാറ് സക്സസ് ആണോ അല്ലെ നമുക്ക് വിലയിരുത്താൻ പറ്റുമോ? നമുക്ക് വിലയിരുത്താൻ പറ്റുമോ? ഇപ്പം എന്നെ കാണുമ്പോൾ കുറെ ആളുകൾ എന്നെ പോലെ ആയിരുന്നെങ്കിൽ അല്ലെ, MI യൂസുഫ് അലി സാറാണോ MI യൂസുഫ് അലി സാർ, ഇവരൊക്കെ സക്സസ് ആണോ അല്ല എന്ന് വിലയിരുത്തുന്ന അവരവരാണ് വിലയിരുത്തുക. ആ വ്യക്തിയുടെ ഫുൾഫിൽമെന്റ് എങ്ങനെയാണ്, ആ വ്യക്തിക്ക് കിട്ടുന്ന ഹാപ്പിനെസ് എങ്ങനെയാണ്, അതാണ് ആ വ്യക്തിയുടെ സക്സസ് എന്ന് പറയുന്നത്. സക്സസ് നമുക്ക് അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഡെഫിനേഷൻ പറയാൻ പറ്റില്ല. പക്ഷെ സക്സസ് ഈസ് എ ഫുൾഫിൽമെന്റ്. ഒരു വ്യക്തിയുടെ ഏതോ ഒരു ആഗ്രഹം ഫുൾഫിൽ ചെയ്യുന്നതിനാണ് സക്സസ് എന്ന് പറയുന്നത്. ഏതൊരു ആഗ്രഹം ഫുൾഫിൽ ചെയ്യുന്നതാണ് സക്സസ് എന്ന്. ഇപ്പൊ നമുക്ക് നോക്കുമ്പോൾ മമ്മൂട്ടി എന്ന് പറഞ്ഞ ഒരു വ്യക്തി, അല്ലെങ്കിൽ മോഹൻലാൽ എന്ന് പറഞ്ഞ വ്യക്തിനെ എടുക്കുമ്പോൾ പുറമെ നോക്കുമ്പോൾ നമുക്ക് എന്തായിരിക്കും ഫുൾ സക്സസ്ഫുൾ ആയിട്ടുള്ള പേഴ്സൺസ് ആണ്. പക്ഷെ അവരുടെ ചില സിനിമകൾ വിജയിക്കും, ചില സിനിമകൾ പരാജയപ്പെടും. അപ്പൊ അതിനനുസരിച്ചിട്ടൊക്കെ അവരുടെ തോട്ടുകളും അവരുടെ ടെൻഷൻസും സംഘടനകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറിയാണ് അല്ലേ. MS ധോണി എന്ന് പറയുന്ന ഒരു വ്യക്തി നമ്മൾ എടുക്കുകയാണെങ്കിൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് ക്യാപ്റ്റൻ ആണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ലൈഫിലും ചില ഏരിയകളൊക്കെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാം. അതൊരു ബേസിക് നേച്ചറാണ്. അപ്പൊ ഫൈനലി ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഹാപ്പി ആയിരിക്കുക. അപ്പൊ നിങ്ങൾക്ക് സമ്പത്ത് ഉണ്ടാവണമെങ്കിൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം നിങ്ങൾ ഹാപ്പി ആയിരിക്കുക എന്നതാണ്. അപ്പോൾ വെൽത്തിനെ കുറിച്ചിട്ട് ഒരൊറ്റ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്തിട്ട് ഞാൻ പോവാണ്. വെൽത്ത് എന്ന് പറയുന്നത് is a having the ability and means to get the things in life that you want and that help to achieve your dreams. എന്താണ് വെൽത്ത് എന്ന് പറയുന്നത്? ഒരാൾക്ക് എത്ര സമ്പത്ത് ഉണ്ടാവണം, ഒരാൾക്ക് എത്ര സമ്പത്ത് ഉണ്ടാവണം എന്നുള്ളത് തീരുമാനിക്കുന്നത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആർക്കാണോ ലൈഫിൽ അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, അവരുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു ടൂൾ ഉണ്ടാക്കിയെടുക്കുന്നതിന് വെൽത്ത് എന്ന് പറയാം. ഓക്കെ. അപ്പൊ ഇതിൽ തന്നെ ചിലപ്പോൾ 10 ലക്ഷം കിട്ടിക്കഴിഞ്ഞാൽ ഹാപ്പി ആവുന്നവരുണ്ടാവും, 100 കോടി കിട്ടിക്കഴിഞ്ഞാൽ ഹാപ്പി ആവാത്തവരുണ്ടാവും. ചിലർക്ക് 100 കോടി കിട്ടിക്കഴിഞ്ഞാൽ മതിയാവില്ല. ചിലർക്ക് 10 കോടി അല്ലെങ്കിൽ 10 ലക്ഷമോ അല്ലെങ്കിൽ 1 ലക്ഷമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ അവർ ഓക്കെ ആയിരിക്കും. അപ്പൊ അത് അവരുടെ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള പണം നമ്മളടുത്ത് ഉണ്ടാവുക എന്നുള്ളതാണ് ബേസിക് ഫിനാൻഷ്യൽ ഫ്രീഡം. ഓക്കെ. സിന്ധു മാമിന്റെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റിയിട്ട് ചിലപ്പം അക്കൗണ്ടിൽ 5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ സിന്ധു മാം ചിലപ്പോൾ ഹാപ്പി ആയിരിക്കും അല്ലേ. എല്ലാ കാര്യങ്ങളും ആയി ഒരു 5 ലക്ഷം രൂപ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഹാപ്പി ആയിരിക്കും ചിലപ്പോൾ. വേറൊരാളിപ്പോ സുനിൽ സാറിപ്പം എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പൊ സുനിൽ സാറിന്റെ അക്കൗണ്ടിൽ 5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഹാപ്പി ആവണമെന്നില്ല. ചിലപ്പം 5 കോടി ഉണ്ടായാലും ചിലപ്പോൾ ആ ഹാപ്പിനെസ്സിലേക്ക് എത്തുള്ളൂ. അത് ഓരോ ആളുകൾക്കും ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പം ഹാവിങ് മണി ഇസ് ദ വേ അവർ സൊസൈറ്റി ഗിഫ്റ്റ് വിത്ത് വെൽത്ത് ആൻഡ് ദ യൂണിവേഴ്സ് ഓഫ് അബണ്ടൻസ് ഓഫ് വെൽത്ത് ടു ഗിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെപ്പോഴും മനസ്സിലാക്കുക, നമുക്ക് പണം ഉണ്ടാവുക എന്ന് പറയുന്നത് എന്താണ്? സൊസൈറ്റി നമുക്കൊരു ഗിഫ്റ്റ് ആയിട്ട് തരുന്നൊരു സാധനമാണ്, അല്ലെങ്കിൽ യൂണിവേഴ്സ് നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് തരുന്നൊരു സാധനമാണ്. അപ്പൊ എല്ലാവർക്കും എന്തുകൊണ്ട് പണം ഉണ്ടാവുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ കാരണം ഓരോരുത്തർക്കും പണത്തിനെ കുറിച്ചിട്ടുള്ള ചിന്തകളും കാഴ്ചപ്പാടുകളുമാണ്. അപ്പൊ അതിന്റെ അഫർമേഷൻസ് ഞാൻ പറഞ്ഞു. ഇനി നമുക്ക് വിഷ്വലൈസ് ചെയ്ത് നോക്കാം. ഓക്കെ. വിഷ്വലൈസ് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ടെക്നിക്ക് എന്ന് പറയുന്നത്, വെൽത്ത് വിഷ്വലൈസ് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ടെക്നിക്ക് എന്ന് പറയുന്നത് ക്രിയേറ്റിംഗ് എ വിഷൻ ബോർഡ് ഈസ് ആൻ എക്സലന്റ് വിഷ്വലൈസേഷൻ ടെക്നിക്ക്, എസ്പെഷ്യലി ഫോർ അമേസിംഗ് wealth. You will need a poster board, tab or glue, magazines or computer and printer and marker. നിങ്ങൾക്ക് ആകെ വിഷൻ ബോർഡ് ഉണ്ടാക്കാൻ എന്താ വേണ്ടത്? ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ നിന്നോ അല്ലെങ്കിൽ വല്ല മാഗസിനിൽ നിന്നോ പത്രത്തിൽ നിന്നോ കട്ട് ചെയ്തെടുത്ത കുറച്ച് പിക്ചറുകൾ വേണം. ആ പിക്ചറുകൾക്ക് ചുമരുകളിലോ എവിടെയെങ്കിലും ഒട്ടിച്ചു വെക്കണം. നിങ്ങൾക്ക് വേണ്ട സമ്പത്തിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിനുള്ള ഏറ്റവും ബേസിക് സ്റ്റെപ്പ്. നിങ്ങൾക്ക് വേണ്ട വീടാവാം, നിങ്ങൾക്ക് വേണ്ട കാറാവാം, നിങ്ങൾക്ക് വേണ്ട ബൈക്കാവാം, നിങ്ങൾക്ക് വേണ്ട എമൗണ്ടുകളാവാം, നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യേണ്ട രാജ്യങ്ങളാവാം. നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം ഉൾപ്പെടുത്തി ഒരു വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് വെൽത്ത് ഉണ്ടാവാനുള്ള ബേസിക് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ. അതിനുള്ള ഏറ്റവും വലിയ ടെക്നിക്ക് എന്ന് പറയുന്നത് നിങ്ങളൊരു വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ കുറെ ആളുകൾ വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്തവരൊക്കെ ഒന്ന് എസ് ടൈപ്പ് ചെയ്തേ. എത്ര ആളുകൾ വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്? വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്ത ആളുകൾ. ഓക്കെ. ബഷീർ സാറ്, ബീന മാം, സിന്ധു മാം, റോസ്ലിൻ മാം, ആബിദ മാം, ഷാമിനി മാം, റസാഖ് സാറ്, ദിവ്യ ദിനോജ്. ഓക്കെ. ആരെങ്കിലും ഒരാളൊന്ന് അൺമ്യൂട്ട് ചെയ്യും.
വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്ത് വെച്ചു. ആർക്കാണ് പറയാൻ പറ്റുക എന്താണ് അതുമായിട്ട് നടക്കുന്ന ഡേ ടു ഡേ ആക്ടിവിറ്റീസ് എന്ന് പറയും? എന്താണ് സിന്ധു മാം ചെയ്യാറുള്ളത്? വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്ത് വെച്ചു. ദെൻ നെക്സ്റ്റ് നിങ്ങൾ ചെയ്യുന്ന പ്രൊസീജിയർ എന്താണ്? അതിലേക്ക് വേണ്ട ഓരോ സ്റ്റെപ്പുകൾ ഡെയിലി ചെയ്യുന്ന സ്റ്റെപ്പ് എന്തെങ്കിലും പ്രൊസീജിയർ ഉണ്ടോ? ഉണ്ട്. എന്താണ്? നമ്മൾ വിഷൻ ബോർഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ട് അതിനെ നമ്മള് എന്താ പറയാ ഷോർട്ട് ടൈമും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ തരം തിരിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അതിന് വേണ്ട കാര്യങ്ങൾ ഇങ്ങനെ ഓരോ ദിവസം വേണ്ട കാര്യങ്ങൾ ചെയ്യും. ശരി, താങ്ക് യു. മണി സാർ എന്താ ചെയ്യാറുള്ളത്? ഞാൻ അത് വിഷ്വലൈസ് ചെയ്യാന്നുള്ളതാണ്. കാര്യങ്ങൾ ഒന്ന് ക്ലാരിറ്റി വരുന്ന രീതിയിൽ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് വെക്കും. എങ്ങനെയാണ് ചെയ്യാറുള്ളത്? അത് ആ പിക്ചർ നോക്കിയിട്ട് അതിലുള്ള കാര്യങ്ങൾ എനിക്ക് സംഭവിക്കും എന്നുള്ള രീതിയിൽ ഞാൻ അവിടെ പോകുന്ന, അതായത് കുറച്ച് രാജ്യങ്ങൾ വിസിറ്റ് ചെയ്യാണ് അല്ലെങ്കിൽ പ്ലേസ് വിസിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ആ ഇത് വിസിറ്റ് ചെയ്യുന്ന പോലെ ആ സ്ഥലത്ത് എങ്ങനെയാണ് ഉണ്ടാകുക എന്ന് അതിലേക്ക് ഞാൻ എത്തും. അല്ലെങ്കിൽ എൻ്റെ ആരോഗ്യം അങ്ങനെ പെർഫെക്റ്റ് ആയി വരുന്നതായിട്ടുള്ള ആ എൻ്റെ മനസ്സിൽ കാണും. എത്ര സമയം ചെയ്യും? അത് ഒരു 15 മിനിറ്റോളം ചെയ്യുള്ളൂ. ദിവസത്തിൽ എത്ര ടൈം വിഷൻ ബോർഡ് നോക്കും? അത് 10-15 ഉണ്ടാവുള്ളൂ. അല്ല, എത്ര തവണ വിഷൻ ബോർഡ് നോക്കും ദിവസത്തിൽ? സത്യം പറഞ്ഞാൽ ഒരു തവണ ഉണ്ടാവുള്ളൂ. സോ ഇത് ചെയ്യേണ്ട രീതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യാം. വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്തതിനു ശേഷം നേരത്തെ സിന്ധു മാം ഒക്കെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ അതിനനുസരിച്ചുള്ള ആക്ഷൻസ് എഴുതി വെക്കുക. എല്ലാ ദിവസവും നമുക്ക് അതിലേക്കുള്ള ആക്ഷൻസ് എന്ത് എടുക്കാനുള്ളത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ കിടക്കാൻ പോകുന്നതിന്റെ മുന്നേയും എണീറ്റ ഉടനെയും നിങ്ങൾ ഈ വിഷൻ ബോർഡിലേക്ക് നോക്കണം. കിടക്കാൻ പോകുന്നതിന് മുന്നേയും എണീറ്റ ഉടനെയും ഈ വിഷൻ ബോർഡിലേക്ക് നോക്കിയിട്ട് ഇതെല്ലാമാണല്ലോ എൻ്റെ സ്വപ്നങ്ങൾ, ഈ സ്വപ്നങ്ങളൊക്കെ എനിക്ക് നേടിയെടുക്കാനാണല്ലോ. ആ സ്വപ്നങ്ങൾ നേടിയെടുത്തതുപോലെ, ആ സ്വപ്നങ്ങൾ നമുക്ക് ലഭിച്ചതുപോലെ നമ്മൾ ഫീൽ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഫീൽ ചെയ്യുക എന്നുള്ളതാണ് അതിന് ഒരു ഇമ്പോർട്ടൻ്റ്. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ, നമ്മൾ മെഡിറ്റേഷനിലൊക്കെ പറയുന്ന സംഭവം തന്നെ ഒന്നിപ്പോ വിഷ്വലൈസ് ചെയ്ത് നോക്കാം. ഓക്കെ, ഓൾ ഓഫ് യു പ്ലീസ് ക്ലോസ് യുവർ ഐസ്. Please close your eyes. Take a deep breathing. Breathe out slowly. Take a deep breathing. Breathe out slowly. Take a deep breathing. Breathe out slowly. ഇനി നിങ്ങളുടെ സ്വപ്നങ്ങളെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കുക. എന്തെല്ലാം സ്വപ്നങ്ങളാണ് നിങ്ങൾക്കുള്ളത്? ഞാൻ ചെറിയൊരു എക്സാമ്പിൾ എന്ന രീതിയിൽ നിങ്ങളുടെ വീട് എന്നുള്ള സ്വപ്നം ഞാൻ സങ്കല്പിക്കുകയാണ്. ഒരു പക്ഷേ ഒരു വീട് ആയവരുണ്ടാവും. ചില ആളുകൾക്ക് ആ വീട് റെനോവേറ്റ് ചെയ്യായിരിക്കും വേണ്ടത്. ചില ആളുകൾക്ക് അവരിഷ്ടപ്പെടുന്ന ഊട്ടിയിലോ ദുബൈയിലോ കൊടൈക്കനാലോ അല്ലെങ്കിൽ വയനാടോ ഒക്കെ പുതിയൊരു വീട് മേടിക്കായിരിക്കും വേണ്ടി വരിക. ചില ആളുകൾക്ക് ഫ്ലാറ്റിലേക്ക് മാറായിരിക്കും വേണ്ടി വരിക. ചില ആളുകൾക്ക് ഒന്നും കൂടെ പുതിയ വീട് എടുക്കായിരിക്കും വേണ്ടി വരിക. എന്തോ ആവട്ടെ, വീട് എന്നുള്ളൊരു സ്വപ്നത്തിലേക്ക് ഞാൻ നിങ്ങളെ കൂടെ കൊണ്ടുപോവുകയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു വീടിന്റെ ഒരു വിഷ്വൽ രൂപം, ഒരു 3D അല്ലെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ രൂപം നിങ്ങൾ കാണുക. ആ വീടിന്റെ ടോട്ടൽ ഒരു സ്ക്വയർ ഫീറ്റ് നിങ്ങളുടെ മൈൻഡിലേക്ക് കൊണ്ടുവരിക. ഒരു 2000, 3000, 4000, 5000 സ്ക്വയർ ഫീറ്റും നിങ്ങൾ ആഗ്രഹിച്ച അതിൻ്റെ ഡിസൈൻ. ചിലർക്ക് കോണ്ടംപററി ഡിസൈൻ ആയിരിക്കും, ചിലർക്ക് മോഡേൺ ഡിസൈൻ ആയിരിക്കും, ചിലവർക്ക് ഓടിട്ട വീടായിരിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന വീടിന്റെ ഡിസൈൻ, നിങ്ങൾ ആഗ്രഹിക്കുന്ന വീടിന്റെ ഡിസൈനിലുള്ള ഒരു വീട് നിങ്ങൾ കാണുക. അത് നിൽക്കുന്ന സ്ഥലങ്ങൾ കാണുക. എത്ര സെന്റ് സ്ഥലത്താണ് അത് ആ വീട് നിൽക്കുന്നതെന്ന് കാണുക. ആ വീടിന്റെ മുറ്റവും അതിൽ മതിലുകൾ ഉണ്ടെങ്കിൽ മതിലുകൾ എല്ലാം കാണുക. നിങ്ങൾ ആ വീടിന്റെ പുറമേ നിന്നുള്ള വ്യൂ ഒന്ന് ആസ്വദിക്കുക. നിങ്ങളൊരു 100 മീറ്റർ 200 മീറ്റർ അകലെ നിങ്ങൾ വീട് ഇപ്പൊ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ വീട് ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെന്നില്ലാത്ത സന്തോഷം ഫീൽ ചെയ്യുന്നുണ്ട്. ഇതെന്റെ വീടാണ് എന്നുള്ളത് ഓർത്തൊരു അഭിമാനം തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് തന്നെ ആ വീട്ടിലേക്ക് നോക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിലൂടെ ഒരു എനർജി ഇങ്ങനെ പാസ് ചെയ്യുന്നുണ്ട്, ഒരു കുളിര് പാസ് ചെയ്യുന്നുണ്ട്. ശരീരം ആകെ ഒരു കോരിത്തരിക്കും. നിങ്ങളുടെ കാൽപാദം മുതൽ
തലഭാഗം വരെ ശരീരത്തിന്റെ ഓരോ ഭാഗത്തും ഒരു കോരിത്തരിപ്പ്. നിങ്ങൾ രോമങ്ങളൊക്കെ എഴുന്നേറ്റ് നിൽക്കുന്നു. എന്റെ വീട്, ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം സാധ്യമായിരിക്കുന്നു. ആ വീടിന്റെ കളർ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറാണ് ആ വീടിന്റെ കളർ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ. ആ വീടിന്റെ ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈനാണ്. ആ വീടിന്റെ മുറ്റം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലാണ്. ആ വീടിന്റെ മതിലുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലാണ്. ആ വീടിന്റെ ഗേറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലാണ്. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഒരു വാഹനത്തിലാണ് ഇപ്പൊ നിങ്ങൾ ഇരിക്കുന്നത്. ആ വാഹനം, നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് വാഹനം ഏതാണ്? ആ വാഹനം, അതിൽ AC തണുപ്പ് നിങ്ങളൊന്ന് ഫീൽ ചെയ്ത് നോക്കി. വാഹനത്തിൽ നിങ്ങൾ പാട്ട് കേട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ആ വാഹനത്തിൽ പാട്ട് കേട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അതിലെന്തോ നിങ്ങളുടെ കയ്യിൽ എന്തോ ചെറിയ ഒരു കൂൾ ഡ്രിങ്ക്സ് ഉണ്ട്. അതും കുടിച്ച് പാട്ടൊക്കെ കേട്ട് നിങ്ങൾ ആ വീട് കാറിന്റെ ഗ്ലാസ്സിലൂടെ കണ്ട് ആസ്വദിച്ച് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. വീട് ഇങ്ങനെ ആസ്വദിക്കുന്നുണ്ട്. നിങ്ങളുടെ വണ്ടിയുടെ സുഖ സൗകര്യങ്ങളുണ്ട്. പതിയെ നിങ്ങളുടെ വീടിന്റെ ഗേറ്റ് ഓപ്പൺ ചെയ്ത് നിങ്ങൾ ആ വീട്ടിലേക്ക് ഇങ്ങനെ പതിയെ നിങ്ങളുടെ കാറ് കൊണ്ടുപോയി സൈഡാക്കുകയാണ്. സൈഡാക്കി നിങ്ങളിപ്പോൾ ആ കാറിൽ നിന്ന് ഇറങ്ങി നിങ്ങളുടെ മനോഹരമായിരിക്കുന്ന ആ കാറും ബാക്കിയുള്ള കാറുകൾ ഉണ്ടെങ്കിൽ അതും മുറ്റത്തുള്ള വാഹനങ്ങളൊക്കെ ഒന്ന് കാണുക. നിങ്ങളുടെ ഡോർബെല്ല് നിങ്ങൾ അടിച്ചു, ആ സൗണ്ട് കേൾക്കുക. ഉടനെ നിങ്ങളുടെ മക്കളോ മരുമക്കളോ പേരക്കുട്ടികളോ ഭാര്യയോ ഒക്കെ അടങ്ങുന്ന ആളുകൾ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ആളുകൾ വന്ന് ഡോർ തുറക്കുന്നു. ഡോർ തുറന്ന് ഓടി വന്ന് അവരെ ഹഗ് ചെയ്യുന്നു. നിങ്ങൾ വീടിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ച സമയത്ത് അവിടുത്തെ ക്ലൈമറ്റ് ഫീൽ ചെയ്യുക. അവിടുത്തെ ക്ലൈമറ്റ് എന്താണോ ഫീൽ ചെയ്യുക. പതിയെ നിങ്ങളുടെ ആ ഒരു ലിവിങ് റൂമിലെ സോഫയിൽ നിങ്ങൾ ഇരിക്കുകയാണ്. ആ സോഫയുടെ സുഖം നിങ്ങൾ ഫീൽ ചെയ്യുക. വളരെ റിലാക്സ്ഡ് ആയിട്ട് കാലൊക്കെ നീട്ടി നിങ്ങൾ ഇരിക്കുകയാണ്. നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരാള് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചായയോ കോഫിയോ ജ്യൂസോ എന്തോ കൊണ്ടുവന്നു തന്നു. നിങ്ങളത് അവിടുന്ന് ആസ്വദിച്ച് കുടിക്കുകയാണ്. പതിയെ നിങ്ങളുടെ ബെഡ്റൂമിലൂടെയൊക്കെ ഒന്ന് നിങ്ങൾ പോയി നോക്കുക. ബെഡ്റൂമിലൊക്കെ പോയി നോക്കി അവിടുത്തെ ബാത്റൂമിൽ കയറി. ബാത്റൂമിൻ്റെ ഒക്കെ മനോഹരിത, അത്രയും മനോഹരമായ ബാത്റൂമാണ്. ഒന്ന് ഫ്രഷായി നിങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു നിങ്ങൾ പതിയെ വീട്ടിലൂടെ ഒന്ന് നടക്കുകയാണ്. ഡൈനിങ് ഹാളിലൂടെയും ബാക്കിയുള്ള ബെഡ്റൂമിലൂടെയും താഴെയുള്ള ബെഡ്റൂമുകളൊക്കെ നോക്കി നിങ്ങൾ വീടിന്റെ മുകളിലേക്ക് പ്രവേശിച്ചു. അവിടുത്തെ ലൈബ്രറി ഉണ്ട്. ആ ലൈബ്രറിയിൽ പോയിരുന്നു ഒരു പുസ്തകം വായിക്കുന്നൊക്കെ ഫീൽ ചെയ്തു. നിങ്ങളൊന്ന് ഫീൽ ചെയ്യുക, വീടിന് മുഴുവനായിട്ട് ഫീൽ ചെയ്യുക. അവിടുന്ന് താഴെ നിന്ന് നിങ്ങളുടെ മക്കളുടെ ശബ്ദങ്ങൾ കേൾക്കുന്നത് ഫീൽ ചെയ്യുക, അവരുടെ തമാശകൾ കേൾക്കുന്നത് ഫീൽ ചെയ്യുക. കുറച്ചു നേരം വായിച്ചതിന് ശേഷം നിങ്ങൾ പുറത്ത് ബാൽക്കണിയൊക്കെ ഒന്ന് ആസ്വദിച്ചു നല്ലൊരു ഫ്രഷ് എയർ ഒക്കെ എടുത്ത് വീണ്ടും നിങ്ങൾ താഴേക്ക് വന്ന് നിങ്ങളുടെ അച്ഛനും അമ്മയും ഭാര്യയും മക്കളും ഭർത്താവും ഒക്കെ അടങ്ങുന്ന കുടുംബത്തിനോട് കൂടെ ഇരുന്ന് തമാശ പറഞ്ഞ് സന്തോഷത്തോടെ ഇരിക്കുന്നത് വിഷ്വലൈസ് ചെയ്യുക. നിങ്ങളെല്ലാവരും സന്തോഷം അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്രെഡ് ചെയ്യുന്നു. എല്ലാവരും ഒരുമയോട് കൂടിയിട്ട് അവിടെ ഇരുന്ന് ബാക്കിയുള്ള ഗാഡ്ജറ്റ്സുകളൊക്കെ മാറ്റിവെച്ച്, ഓരോ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ നിങ്ങളുടെ കയ്യിലില്ല. നിങ്ങളുടെ കുടുംബം തമാശ പറഞ്ഞ് സന്തോഷം പറഞ്ഞ് ചിരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും പരിഹസിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കിയും തമാശയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ചിരിക്കുന്നത്, ആ ചിരി കേൾക്കുക, അവിടുത്തെ ശബ്ദങ്ങൾ കേൾക്കുക. നിങ്ങളുടെ ഓരോ ആളുകളും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഹഗ് ചെയ്യുന്നത് ഫീൽ ചെയ്യുക. എല്ലാം കഴിഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിന്റെ ഓൺലൈൻ ബാങ്കിങ്ങോ ഗൂഗിൾ പേ ഒക്കെ ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. അന്നത്തെ വരുമാനമൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നിങ്ങളുടെ ബാങ്ക് ബാലൻസ് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെന്നില്ലാത്ത സന്തോഷം, അഭിമാനം ഫീൽ ചെയ്യുന്നുണ്ട്. അത്രയും നിങ്ങൾക്ക് ബാങ്ക് ബാലൻസുകളുണ്ട്. നിങ്ങൾക്ക് വരുമാനം വരുന്നതിന് വേണ്ടി പല സോഴ്സുകളുണ്ട്. സ്വന്തമായിട്ട് പല പല ബിസിനസ്സുകളാവാം, ബിൽഡിങ്സ് ആവാം, ഹോട്ടൽസ് ആവാം, കമ്മ്യൂണിറ്റി ആവാം, ഇക്വിറ്റി ഫണ്ട് ആവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഷെയർ മാർക്കറ്റ് ആവാം, വേറെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തതാവാം. പല ഏരിയയിൽ നിന്നായിട്ട് നിങ്ങൾക്ക് വരുമാനങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. കിടക്കാൻ സമയമായി നിങ്ങൾ പതിയെ നിങ്ങളെ വിഷൻ ബോർഡ് വെച്ചിരിക്കുന്ന ഭാഗത്തേക്ക് പോയിരിക്കുകയാണ്. ആ വിഷൻ ബോർഡിലേക്ക് നിങ്ങൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഇനിയും നിങ്ങൾക്ക് നേടിയെടുക്കാൻ ലക്ഷ്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ശരീരം ഇങ്ങനെ വീണ്ടും എനർജിയിലേക്ക് വരുന്നുണ്ട്. ഒരു തണുപ്പും ഒരു കുളിരും എന്തെന്നില്ലാത്തൊരു പോസിറ്റീവ് വൈബ്രേഷൻ നിങ്ങൾ യൂണിവേഴ്സിലേക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓരോരോ കാര്യങ്ങളും അട്രാക്റ്റഡ് ആയി നിങ്ങളിലേക്ക്
എന്നതിനെ ഫീൽ ചെയ്യുക. നിങ്ങളിപ്പോ സമ്പന്നനാണ്. നിങ്ങളെ കുറിച്ച് ഓർത്ത് പറയുമ്പോൾ നിങ്ങളുടെ മാതാപിതാക്കളും സഹോദരങ്ങളും സുഹൃത്തുക്കൾക്ക് അഭിമാനം കൊള്ളാറാണ്. അയ്യോ അവൻ എൻ്റെ സുഹൃത്താണ്, അതെൻ്റെ മകനാണ്, എൻ്റെ മക്കളാണ്, അതെൻ്റെ ഭാര്യയാണ്, ഭർത്താവാണ്, എൻ്റെ സഹോദരനാണ്, സഹോദരിയാണ് എന്നൊക്കെ ആളുകൾ നിങ്ങളെ കുറിച്ച് അഭിമാനപൂർവ്വം പറയുന്നത്. നിങ്ങളെന്ന് പറയുന്നത് അവർക്കെല്ലാം അഭിമാനിക്കാവുന്ന ഒരു വ്യക്തിയാണ്. അത്രയും സൊസൈറ്റിക്ക് നീടുള്ള ഒരു വ്യക്തിയെ നിങ്ങൾ മാറി. അത്ര പവർഫുൾ ആണ് ഇപ്പൊ നിങ്ങൾ പറയുന്നത്. നിങ്ങളുമായിട്ട് പരിചയമുണ്ടെന്ന് പറയുന്നത് ഒരാൾക്ക് അഭിമാനമാകുന്ന അത്രയും പവർഫുൾ ആയിട്ടുള്ള വ്യക്തിയായിട്ട് നിങ്ങൾ മാറുക. ഇത് ആസ്വദിച്ചിരിക്കുന്നു. Take a deep breathe out slow. Take a deep breath. Breathe out slow. Open our eyes. Okay. കുറച്ച് ആളുകൾക്ക് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം ആർക്കെങ്കിലും. ഞാനിവിടെ ചെയ്തിരിക്കുന്ന ഒരു കാര്യം, നിങ്ങളുടെ 5 സെൻസും 5 ഇന്ദ്രിയങ്ങളെ കൊണ്ട് നിങ്ങളെ ഫീൽ ചെയ്യിപ്പിക്കുക എന്നാണ്. 5 ഇന്ദ്രിയങ്ങൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെയുണ്ട്? സ്മെല്ല്, അതേപോലെ കാഴ്ച, കേൾവി, അതേപോലെ ഫീലിങ്സ് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്ന രീതിയിൽ. അതുകൊണ്ടാണ് ചില ജ്യൂസ് കുടിക്കുന്നതും ചായ കുടിക്കുന്നതും ഒക്കെ അതിന്റെ സ്മെല്ല്, കാര്യങ്ങൾ, ടേസ്റ്റ്, ഹഗ്ഗിങ്ങുകളൊക്കെ ടേസ്റ്റ്, മക്കളുടെ ശബ്ദങ്ങൾ കേൾക്കാൻ, അതിന്റെ വിഷ്വൽ കാണാൻ ഒക്കെ പറഞ്ഞിരിക്കുന്നു. കറക്റ്റ് ഫീൽ ചെയ്യാൻ പറ്റിയ ആളുകളൊക്കെ ഒന്ന് ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്ത് F എന്ന് കമന്റ് ചെയ്ത് എനിക്ക് കറക്റ്റ് ആയിട്ട് ഇതെല്ലാം ഫീൽ ചെയ്യാൻ പറ്റും. ഫീൽ ചെയ്യാൻ പറ്റിയ ആളുകളൊക്കെ F എന്ന് കമന്റ് ചെയ്യും. സിന്ധു മാമിന് ഫീൽ ചെയ്യാൻ പറ്റി, ഷൈമിന മാമിന് ഫീൽ ചെയ്യാൻ പറ്റി, ബഷീർ സാറിന് ഫീൽ ചെയ്യാൻ പറ്റി, ദിവ്യ ദിനോജിന് ഫീൽ ചെയ്യാൻ പറ്റി, സോ ജിജീഷിന് ഫീൽ ചെയ്യാൻ പറ്റി. ഇതെല്ലാ ദിവസവും നിങ്ങൾ ചെയ്യാം. ഇതെല്ലാ ദിവസവും ചെയ്യുന്നതിൻ്റെ കൂടെ നിങ്ങൾക്ക് അതിലേക്കുള്ള ഒരു ആക്ഷൻസും കൂടെ എടുക്കുകയാണെങ്കിൽ എന്താണ് ആക്ഷൻസ് എടുക്കാൻ പറ്റുക? എന്താണ് ആക്ഷൻസ് എടുക്കാൻ പറ്റുക? ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. വീടില്ലാത്ത ഒരാളാണ്, അയാൾക്ക് വീടോ സ്ഥലമോ ഒന്നും ആയില്ല. അയാൾക്ക് ഇപ്പൊ എടുക്കാൻ പറ്റുന്ന ആക്ഷൻസ് ഒരാൾ പറഞ്ഞു, ഇന്ന് എടുക്കാൻ പറ്റുന്ന ആക്ഷൻ. അയാൾക്ക് വീടൊന്നും ആയില്ല, നമുക്ക് വീടായതുപോലെ ഫീൽ ചെയ്യാനാണ് പറഞ്ഞിട്ട്. അയാൾക്ക് ഇന്ന് എടുക്കാൻ പറ്റുന്ന ആക്ഷൻസ് എന്തായിരിക്കും? ഒരാൾക്ക് വീട് സ്ഥലമൊന്നും ആയില്ല, സ്ഥലമൊക്കെ മേടിച്ചിട്ട് വേണം, അയാളുടെ കയ്യിൽ ക്യാഷ് ഒന്നുമില്ല, അയാളുടെ കയ്യിൽ പൈസയൊന്നുമില്ല, അയാൾക്ക് ഇന്ന് എന്ത് ചെയ്യാൻ പറ്റും? സ്ഥലം അന്വേഷിക്കുക. സ്ഥലം അന്വേഷിക്കുക. വെരി ഗുഡ് അല്ലെ? സ്ഥലം അന്വേഷിക്കുക അയാൾക്ക് ചെയ്യാൻ പറ്റുന്ന ആക്ഷനാണ്. പൈസ ഉണ്ടോ? വില നിലവാരം അന്വേഷിക്കാം. വില നിലവാരങ്ങളൊക്കെ അന്വേഷിക്കാം അല്ലെ? വീടിന്റെ ഒരു പ്ലാൻ തയ്യാറാക്കാം. വീടിന്റെ ഒരു പ്ലാൻ തയ്യാറാക്കാം. അങ്ങനെ എന്തെങ്കിലും ആക്ഷൻസ് എടുക്കുക. എന്തും ആവാം. ചിലപ്പോൾ എന്താവും, നിങ്ങളങ്ങനെ പോകുന്ന സമയത്ത് ഒരു സൂപ്പർ മാർക്കറ്റ് കയറി, അപ്പോൾ അവിടെ നല്ലൊരു ഗ്ലാസ് കണ്ടു. അപ്പൊ അയാൾക്ക് തോന്നുകയാണ് എൻ്റെ പുതിയ വീട്ടിലേക്ക് ഗ്ലാസ് വേണം. അപ്പൊ അതിന് ചിലപ്പോൾ 100 രൂപയുണ്ടല്ലോ, അത് മേടിച്ചു വെക്കലാവാം. കാരണം ഇതൊക്കെ പിന്നെന്ത് ചെയ്യും, ഇത് വേണം എന്നുള്ള ഇതിലേക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള അതിലേക്ക് എത്താനുള്ള എന്തെങ്കിലും സ്റ്റെപ്പ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യാന്നുള്ളതാണ്. അവിടെ ഞാൻ ഈ പറയുന്ന പോയിന്റ് ചെറുതാണ്, പക്ഷെ ഇത് മനസ്സിലാക്കണമെങ്കിൽ കുറച്ചധികം ബുദ്ധിമുട്ടാണ്. ഇതിലേക്കുള്ള നിങ്ങളുടെ ബിലീഫ് സിസ്റ്റം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ റെഡിയായി വരാനുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടൊക്കെ നമ്മൾ അടുത്തൊരു സെഷനിൽ പറയുന്നുണ്ട്. മീൻസ് ഇതിലല്ല, നമ്മുടെ ഓഫ്ലൈൻ സെഷനിൽ നമ്മൾ ഒന്നും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറയും. കാരണം ഇതിലൊക്കെ പറയാനുള്ള സമയം ഉണ്ടാവില്ല, 20 മിനിറ്റ് പറയാൻ പറ്റുന്ന സംഭവമല്ല. അപ്പൊ നിങ്ങൾ ബേസിക്കലി അത് ഞാൻ പറയുന്ന ഒരു പോയിന്റാണ് ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾക്ക് അത്രയും സമ്പത്ത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യുമോ? ചിലപ്പോൾ നിങ്ങളിപ്പോ മണിസാർക്ക് ഒരു രാജ്യത്തിലേക്ക് പോവാൻ ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി ഇന്ന് എന്ത് സ്റ്റെപ്പ് എടുക്കാൻ പറ്റുക? ഇന്ന് എന്ത് സ്റ്റെപ്പ് എടുക്കാൻ പറ്റും? ഇന്ന് പോണ്ട ആ രാജ്യത്തിനെ കുറിച്ചിട്ട് ഒന്ന് വിശദമായിട്ട് മനസ്സിലാക്കുക. അതിന്റെ എന്താ പറയാ മാപ്പ് ഒന്ന് നോക്കിയിട്ട് അവിടുത്തെ ആൾക്കാരെ ജീവിത രീതി അതൊക്കെ ഒന്ന് നോക്കി വെക്കുക. അല്ലെങ്കിൽ ടിക്കറ്റ് ഫെയർ അന്വേഷിക്കലാവാം, അല്ലെങ്കിൽ ആ രാജ്യത്തിലെ സുഹൃത്തിനെ വിളിച്ചിട്ടുള്ള ഞാൻ വരുന്നുണ്ട്, എനിക്ക് വേണ്ട റൂം ഫെസിലിറ്റീസ് ചെയ്യണമെന്നാവാം. പതിയെ പതിയെ എന്നും ടിക്കറ്റുകൾ നോക്കിക്കൊണ്ടിരിക്കുക. എന്നും അതിനുള്ളൊരു സ്റ്റെപ്പ് എടുത്തുകൊണ്ടിരിക്കുക എന്നതാണ് ഇമ്പോർട്ടൻറ്റ്. കാരണം നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് സാഹചര്യം അനുകൂലമല്ലാത്തത് കൊണ്ടായിരിക്കും നമ്മൾ ചെയ്യാത്തത്. പക്ഷെ നമ്മളെ കയ്യിൽ എല്ലാ സാഹചര്യങ്ങളും അനുകൂലമാണെങ്കിൽ നമ്മൾ എന്ത് സ്റ്റെപ്പ് എടുക്കുമോ ആ സ്റ്റെപ്പ് എടുക്കുക എന്നുള്ളതാണ്.
ഇത് ഞാൻ പറയുമ്പോഴും എനിക്കും നിങ്ങൾക്കും ഇത് മനസ്സിലാവണമെങ്കിൽ അതിൻ്റെതായിട്ട് രീതിയിൽ ഉൾക്കൊള്ളാൻ പറ്റണമെങ്കിൽ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. അതിലേക്ക് ആ അലൈൻമെന്റിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ. അപ്പൊ നിങ്ങൾ അതിനെന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാല് നിങ്ങളുടെ ചെറിയൊരു ഗോളുകൾ വെക്കുക. ചെറിയ ഗോളുകൾ, എനിക്ക് ചെറിയ ഗോളുകൾ ഉണ്ടാവും. 1000 രൂപക്കും 500 രൂപക്കും 2000 രൂപക്കൊക്കെ നേടിയെടുക്കാൻ പറ്റുന്ന ഗോളുകൾ ഉണ്ടാവും. ചില ഡ്രസ്സ് എടുക്കലാവും. അതിനുള്ള ഒരു സ്റ്റെപ്പ് നിങ്ങൾ എടുത്തു നോക്കുക. വലിയ ഗോളിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾ ബ്രെയിനെ നിങ്ങൾ ആ ബിലീഫ് സിസ്റ്റത്തിലേക്ക് വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. ഇപ്പൊ നിങ്ങൾക്ക് ഏറ്റവും ചെറുതായിട്ട് നേടേണ്ട ഒരു ഗോൾ എടുത്തു. അടുത്തൊരാഴ്ച ഞാൻ വരുമ്പോൾ നിങ്ങൾക്ക് അത് എനിക്ക് പറഞ്ഞു തരാൻ പറ്റണം. സർ, ഞാൻ അങ്ങനെ ചെയ്തിട്ട് കുറെ കാലമായിട്ട് നിങ്ങൾ നീട്ടുക. ചിലപ്പോൾ നിങ്ങളൊരു ചെറിയ പർച്ചേസിങ് ആവാം, ചിലപ്പോൾ വേറെ എന്തെങ്കിലും ലോൺ അടക്കുന്നതാവാം, ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യുന്നതാവാം, ചിലപ്പോൾ ഒരാൾ നിങ്ങൾ വിളിക്കുന്നതാവാം. കുറേ കാലമായിട്ട് ഞാനൊരു പുസ്തകം മേടിക്കാത്തതാവാം, കുറെ കാലമായിട്ട് ഞാൻ ഇന്നൊരു സ്ഥലത്തേക്ക് പോകണമെന്നുണ്ട് പോകാത്തതാവാം. അങ്ങനത്തെ ചെറിയൊരു കാര്യങ്ങളിലേക്കുള്ള ഒരു ആക്ഷൻസ് ഇപ്പൊ എടുക്കാൻ പറ്റുന്ന ഒരു ആക്ഷൻസിനെ കുറിച്ച് ആലോചിച്ച് നോക്കുക. ഇന്ന് ഞാൻ കുറെ കാലമായിട്ട് ചെയ്യുന്ന ചെറിയ ഗോളുകളിലേക്കുള്ള ആക്ഷൻസ്. അപ്പൊ എൻ്റെ അടുത്ത് അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും റെഡി ആയിട്ടൊരവസ്ഥ, എനിക്ക് അതിനുള്ള എല്ലാം റെഡിയാണ്. ഇപ്പൊ ഞാൻ അതിന് ഏറ്റവും തയ്യാറായിരിക്കുന്ന മനുഷ്യനാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇന്ന് എന്ത് സ്റ്റെപ്പാണ് എടുക്കാന്ന് ആലോചിച്ചു. ആ സ്റ്റെപ്പ് ഒന്ന് എടുത്തു നോക്കുക. അങ്ങനെ ആ ഗോൾ നേടുന്നത് വരെയുള്ള നാളെയും മറ്റന്നാൾ എന്നാണ് നിങ്ങൾക്ക് മറ്റന്നാളാണ് നേടേണ്ടത് അതുവരെയുള്ള സ്റ്റെപ്പിനെ കുറിച്ച് ആലോചിച്ച് നോക്കുക. എന്നിട്ട് അതിലേക്കുള്ള ആക്ഷൻസ് എടുക്കുക എന്നുള്ളതാണ് അതിന്റെ ബേസിക് ആയിട്ടുള്ള മെത്തേഡ്. ക്ലിയർ ആണോ? ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. എനി ഡൗട്ട്സ് യു കൻ ആസ്ക്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഒരു സംശയം ഉള്ളത്, ബുധനാഴ്ച എന്ന് പറഞ്ഞാൽ നാളെ കഴിഞ്ഞ് മറ്റന്നാളാ കൊണ്ടോട്ടിയില് പ്രോഗ്രാം നടക്കുമോ? ബുധനല്ല, വ്യാഴം എല്ലാ വ്യാഴാഴ്ചയാണ് പ്രോഗ്രാം വ്യാഴാഴ്ച. ഓക്കെ, 3 മണിക്കാ? അല്ല, 4:30. അതായത് അസർ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം. എന്നിട്ട് നമ്മൾ നോമ്പ് തുറന്നതിന് ശേഷം പണ്ട് പിരിക്കും. ഓക്കെ ശരി. ഓക്കെ, ഒരാള് ഞാൻ ബുക്കിംഗ്. ഓക്കെ. വേറെ എന്തൊക്കെയാണ് ഉള്ളത്? താങ്ക് യു. വേറെ എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടോ? എനിബഡി? ഇനി ഡൗട്ട്സും ഇല്ലേ? ഇത്രയും പെർഫെക്റ്റ് ആണോ? എനിക്ക് കുറച്ച് ഡൗട്ട്സ് ഞാൻ തിരിച്ചു വെച്ചാലോ? ആദ്യത്തെ ഡൗട്ട്സ് ഇല്ല, എനിക്ക് ഒരുപാട് ഡൗട്ട്സുകൾ ഉണ്ട്. ലോ ഓഫ് അട്രാക്ഷനായിട്ട് ബന്ധപ്പെട്ട എല്ലാ ദിവസവും പഠിച്ചിട്ടുള്ള ഡൗട്ട്സ് ആണ്. ഓക്കെ, ഇത് ക്ലിയർ ചെയ്യാൻ പറ്റിയ ഒരാളെ കിട്ടാതെ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവരും പെർഫെക്റ്റ് ആണെങ്കിൽ നിങ്ങൾ ഡൗട്ട് അങ്ങോട്ട് വയ്ക്കാനല്ല. ഓക്കെ, ഒരു 2-3 ആളുകൾ ഇന്നത്തെ വിഷ്വലൈസേഷന്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത്. നിങ്ങൾ ആ വിഷ്വലൈസ് ചെയ്തപ്പം ഒരാൾ വരും. ആ വിഷ്വലൈസ് ചെയ്തപ്പം നിങ്ങൾ കണ്ട നിങ്ങളുടെ വീടിനെ കുറിച്ചിട്ട് നിങ്ങൾ ഫീൽ ചെയ്ത ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. വളരെ വ്യക്തമായിട്ട് ഫീൽ ചെയ്യണം. അതിന് ഞാൻ എന്തൊക്കെയാണോ പറഞ്ഞിരിക്കുന്നത് അതിന് തലക്കെന്നാണ് പറയണം. ഞാൻ ഇന്ന വണ്ടിയിലായിരുന്നു, എൻ്റെ വീടിന്റെ പെയിന്റ് ഇതായിരുന്നു, എൻ്റെ വീടിന്റെ മുറ്റത്തിന്റെ ചെടി കാണാൻ പറ്റി, എൻ്റെ ഡോർ തുറന്നപ്പോൾ ഇന്ന ആളുകളൊക്കെയാണ് വന്നിട്ടുള്ളത്. അങ്ങനെ പറയാൻ പറ്റുന്ന ആളുള്ളത്. ഞാൻ നോക്കട്ടെ നിങ്ങളുടെ വിഷ്വലൈസേഷൻ എത്ര എഫക്റ്റീവ് ആയിരുന്നു. ഞാൻ പറയട്ടെ കുറച്ചു കാര്യം. എനിക്ക് വീട് എന്ന് പറയുന്നത് ഇപ്പൊ ചെറിയ വീടാണ്. അപ്പൊ ഞാൻ ആ വീട് പൊളിക്കാതെ തന്നെ തെക്ക് ഭാഗത്ത് കുറച്ച് സ്ഥലമുണ്ട്. അപ്പൊ അങ്ങോട്ട് കുറച്ചും കൂടി നീട്ടി ഫൗണ്ടേഷൻ എടുത്തിട്ട് അവിടെ കുറച്ചും. അപ്പൊ ഞാൻ എന്റെ സ്വപ്നത്തിൽ കാണുന്ന വീട് എന്ന് പറയുന്നത് ഇങ്ങനെ നീളത്തിലാണ് ഉമ്മറൊക്കെ കാണിച്ചിട്ടുള്ളത്. അപ്പൊ പിന്നെ അങ്ങനെ കെട്ടി അതിന്റെ ഉള്ളിൽ കയറിയ ഓപ്പൺ പോയിട്ടുള്ള കിച്ചൺ, അതുപോലെ തന്നെ വലിയ ഹാള്, അവിടെ ഇങ്ങനെ നമ്മളെ ഇതൊക്കെ ദിവാങ്കോട്ട് ഇട്ടിക്കുക, പിന്നെ സോഫ ഇട്ടിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങള്. അതിൽ തന്നെ ബാത്റൂം, അതില് ബെഡ്റൂം, ആ റൂമിൽ തന്നെ മേലേക്ക് സ്റ്റെയർ കേസ് വെച്ചിട്ടുണ്ട്, അതിന്റെ മേലെ ബാൽക്കണി, അതിന്റെ മേലെ റൂം, പിന്നെ കുട്ടികളെല്ലാരും താഴത്ത് ഓടി കളിക്കുന്നത്. സാറ് പറയുമ്പോഴും മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ആ വീട് ഇങ്ങനെ അത് മാത്രമാണ് എന്റെ മൈൻഡില്. പിന്നെ മുറ്റത്ത് നമ്മൾ ആ വീടിനോട് ചേർന്നൊരു കാർ പോർച്ച്, മുറ്റം മുഴുവനും ഇന്റർലോക്ക് ചെയ്തിരിക്കുക, മതില് കെട്ടിയിരിക്കുക, നിറയെ ഗാർഡൻ സെറ്റ് ചെയ്തിരിക്കുക. സത്യം പറയുന്നതെല്ലാം എന്റെ സ്വപ്നത്തിലുള്ള കാര്യങ്ങളാ. ഞാൻ കാണുന്ന സമയത്ത് ആ അടുക്കളയിലേക്ക് പോണതും കാപ്പി കൊണ്ടുപോയി കൊടുക്കണതും മേശപ്പുറത്ത് പിന്നെ ഇത് എല്ലാവർക്കും ഞാൻ കൂൾ ഡ്രിങ്ക്സ് കൊണ്ടുവന്ന് വെക്കുന്നതും ഇത് കംപ്ലീറ്റ് ഞാൻ കാണുന്നുണ്ട്. ആ അടുക്കളയൊക്കെ ഇങ്ങനെ ശരിക്കും പറഞ്ഞാ എന്താ പറയാ, ഇപ്പോഴത്തെ ഒരു അടുക്കള ഉണ്ടല്ലോ, ഈ ഓപ്പൺ ആയിട്ടുള്ള അടുക്കള, അതേപോലത്തെ അടുക്കള ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പൊ അങ്ങനത്തെ പിന്നെ കുട്ടികളൊക്കെ എന്റെ മക്കളൊക്കെ ഓടി വരുന്നതും അവർക്ക് ഞാൻ ചായ കൊടുക്കും.
ഇതെല്ലാം മനസ്സിൽ കാണാറുണ്ട്. എന്നും ചെയ്യുമ്പോഴും ഇതൊക്കെ കാണതാ. വെരി ഗുഡ്, വെരി ഗുഡ്, താങ്ക് യു. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഒരിക്കലും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ലോ ഓഫ് അട്രാക്ഷനെ. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. പല ആളുകളും പ്രതീക്ഷിക്കുന്നത് നമ്മൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഇപ്പൊ എന്നോട് തന്നെ പല ആളുകൾ ചോദിക്കാറുണ്ട്, ഇപ്പൊ ലോ ഓഫ് അട്രാക്ഷനൊക്കെ അറിയുന്ന ആളല്ലേ, ഇങ്ങനെ നമുക്ക് പൈസയൊക്കെ അട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും? അങ്ങനെയൊന്നുമില്ല. ഇതൊരു മാജിക് ഒന്നുമല്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനത്തിലേ ഉള്ളൂ. നമ്മൾ ലൈഫിലേക്ക് ഗോളുകൾ വളരെ വ്യക്തമായിട്ട് സെറ്റ് ചെയ്തിട്ട് ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം നിങ്ങൾ ചെയ്യേണ്ടത്, ഇതിലേക്ക് എനിക്ക് ഇന്ന് എന്ത് സ്റ്റെപ്പ് എടുക്കാൻ പറ്റും? അതാണ് നേരത്തെ പറഞ്ഞത്. ഇപ്പൊ സിന്ധുമാൻ പറഞ്ഞ ഈ വീട്ടിലേക്കുള്ള എന്താണ് ഇപ്പൊ നിങ്ങൾക്ക് മേടിച്ചേക്കാൻ പറ്റുക? കർട്ടൻ മേടിക്കാൻ പറ്റുമോ? അവിടേക്ക് വേണ്ട ഒരു കിച്ചണിലേക്ക് വേണ്ട കുറച്ച് പാത്രങ്ങൾ മേടിക്കാൻ പറ്റുമോ? ആ വീട്ടിൽ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ബെഡിൽ ഇരിക്കാനുള്ള ബെഡ്ഷീറ്റ് മേടിക്കാൻ പറ്റുമോ? ഓക്കെ, ഇങ്ങനത്തെ ഒരു ആക്ഷൻസ് എടുക്കുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അതായത് നമ്മൾ അതിലേക്കുള്ള സിമ്പിളി ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഫോക്കസ് വർദ്ധിപ്പിക്കുക. ഓക്കെ, നമ്മുടെ ഏറ്റവും സിമ്പിൾ എക്സാമ്പിൾ ആണ്. ഇതിൽ എത്ര പേര് കല്യാണത്തിന് വേണ്ടിയിട്ട് എല്ലാം പ്രിപ്പയർ ചെയ്തിട്ട് ക്യാഷും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് എല്ലാം റെഡി ആയതിനു ശേഷം കല്യാണം കഴിച്ച ആളുകളൊക്കെ ഒന്ന് യെസ് കമന്റ് ചെയ്തേ. ഞാൻ എല്ലാം ഫുൾ സെറ്റ് ആയിരുന്നു, എൻ്റെ ഒരു ക്യാഷ് ഉണ്ടായിരുന്നു, എൻ്റെ ജോലി ഒന്ന് കറക്റ്റ് ആയിരുന്നു, എൻ്റെ വീട് എടുക്കാനുള്ള എൻ്റെ ഭാവി ഫ്യൂച്ചർ എല്ലാം ഞാൻ പ്ലാൻ ചെയ്ത് വളരെ വെൽ പ്ലാൻഡ് ആയതിനു ശേഷമാണ് ഞാൻ എൻ്റെ മാരേജ് കഴിച്ചിരുന്നത്. ആണാണെങ്കിൽ പെണ്ണാണ്, എല്ലാം സെറ്റ് ചെയ്തതിനു ശേഷമാണ് ഞാൻ എൻ്റെ മാരേജ് എന്ത് ചെയ്തത്. അങ്ങനത്തെ ആളുകൾ ഒന്ന് കമന്റ് ചെയ്തേ, ഞാൻ ഇതെല്ലാം ചെയ്തതിനു ശേഷമാണ് എൻ്റെ മാരേജ് ചെയ്തത്, എൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ചൊക്കെ പ്ലാൻ ആക്കി, എൻ്റെ ഇതിലേക്കുള്ള സംഭവങ്ങൾ ഉണ്ടാക്കി, എൻ്റെ കല്യാണത്തിലുള്ള എല്ലാ ക്യാഷൊക്കെ ഉണ്ടാക്കിയിട്ട്. അങ്ങനെ അല്ലാതെ കല്യാണം കഴിച്ചെടുക്കുന്ന പിന്നെ എം ടൈപ്പ് ചെയ്തേ. ഞാൻ ഇങ്ങനെയൊന്നുമല്ല, കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹം വന്നു, വാപ്പ പറഞ്ഞു അല്ലെങ്കിൽ അച്ഛൻ പറഞ്ഞു, ഉമ്മ പറഞ്ഞു, ഞാനങ്ങ് തയ്യാറായി, അങ്ങനെ കല്യാണം പോയി, അങ്ങനെ എങ്ങനെയൊക്കെയെന്ന് അറിയില്ല എൻ്റെ കല്യാണം നടന്നു. അങ്ങനത്തെ ആളുകൾ എം ടൈപ്പ് ചെയ്തേ. ജിജീഷ അങ്ങനെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. ഞാനും അങ്ങനെ തന്നെയാണ്. പ്രകാശ് സാർ അങ്ങനെ തന്നെയാണ്. ദിവ്യ, അപ്പൊ ഇതിലിപ്പോ എല്ലാവരും അങ്ങനെ തന്നെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. ഇത് തന്നെയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ളത്. നിങ്ങൾ തയ്യാറായപ്പോ, നിങ്ങൾ അതിൽ ആക്ഷൻ എടുത്തപ്പോ നിങ്ങൾക്കുള്ള പാർട്ണറെ കിട്ടി. ഇതേപോലെ തന്നെയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ. അപ്പോ ഇതൊരു മാജിക് ഒന്നുമില്ല. നമ്മൾ ബിസിനസ് ചെയ്യുമ്പോഴും ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഒക്കെ പരാജയങ്ങളും നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് ഇല്ലായ്മയൊക്കെ ഉണ്ടാവും. അപ്പോഴും ക്ഷമിച്ചുകൊണ്ട് ആ ലക്ഷ്യം മാറ്റാതെ, ഫോക്കസ് മാറ്റാതെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക എന്നതാണ്. ഇത് ഒരു എന്തല്ല, ഞാൻ വീണ്ടും പറയാണ്, മാജിക് പില്ലല്ല. നിങ്ങൾ അതിനു വേണ്ടി കണ്ടിന്യൂസ് ആയിട്ടുള്ള ആക്ഷൻസും എഫേർട്ടും എടുത്തുകൊണ്ടേയിരിക്കുക. നിങ്ങൾ ആ ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറാതിരിക്കുക. വൺസ് നിങ്ങൾക്ക് ആ ലക്ഷ്യം എത്തിക്കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, അതിന്റെ ആക്ഷൻസ് കുറക്കാൻ പാടുള്ളൂ. അപ്പോഴും അത് അനലൈസ് ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനത്തെ ഒരാൾക്ക് സക്സസ് ഉണ്ടാവുള്ളൂ. കൺസിസ്റ്റൻസി അതാണ് അതിന്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടോ ഇല്ല എന്നതിനെ കുറിച്ച് ചിന്തിക്കാതെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം, കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാം, റെഡി ആയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, സോ നിങ്ങൾക്ക് വൈൻഡപ്പ് ചെയ്യാം. വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ഇതില് കാര്യം പറയട്ടെ സാറേ, ഞാൻ 2-3 ദിവസമായിട്ട് മനസ്സിൽ ഇങ്ങനെ, സത്യം പറയട്ടെ, എന്റെ മനസ്സിൽ ഇങ്ങനെ തോന്നിക്കുക, ആദ്യം ഒന്ന് അടുക്കള തീരെ ശരിയല്ല. അപ്പൊ ഞാൻ ആ അടുക്കള വെൽഡ് ചെയ്തിട്ടുള്ള പോലെ അടുക്കള ഞാൻ മനസ്സിൽ കണ്ടിട്ടുള്ളത്. അപ്പൊ ഞാൻ അങ്ങനെ ആലോചിക്കുകയാണ്, അതിന്റെ ആ വെൽഡിങ്ങിന്റെ ഒരാളെ കണ്ടിട്ട് അതൊന്ന് നോക്കിച്ചാൽ എത്ര രൂപ വരും എന്നൊന്ന് അയാളെ കൊണ്ടൊന്ന് മൊത്തം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്താലോ എന്ന് ഇങ്ങനെ 2-3 ദിവസമായിട്ട് മനസ്സിലിരുന്ന് ഇങ്ങനെ ആരോ പറയുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ എന്തായാലും അയാളെ ഒന്ന് വിളിച്ചിട്ട് അതൊന്ന് നോക്കിക്കണം. അതാണ് ഇപ്പൊ ഞാൻ ഫസ്റ്റ് എടുക്കാൻ പോണ സ്റ്റെപ്പ്. ഓക്കെ, ടേക്ക് ദാറ്റ് സ്റ്റെപ്പ് എടുത്ത് വെക്കാം. ഓക്കെ, സോ യു ക്യാൻ ലീവ്. നിങ്ങൾക്ക് ലീവ് ചെയ്യാം. താങ്ക് യു എല്ലാവർക്കും. വീണ്ടും ഞാൻ പറയുന്നത്രേ ഉള്ളൂ, ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ മാജിക് അല്ല, കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ആക്ഷൻസ്. ഓക്കെ, നിങ്ങൾ ഏതെങ്കിലുമൊക്കെ വീഡിയോ കണ്ടിട്ട് ഏതെങ്കിലുമൊക്കെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ചേഞ്ച് യുവർ മൈൻഡ് സെറ്റ്. സ്ഥിരമായിട്ട് പണിക്കാൻ തയ്യാറുള്ളവർക്ക് ലൈഫിൽ സക്സസ് ഉണ്ടാവും. അത്രേ ഉള്ളൂ. ഓക്കെ, സോ താങ്ക് യു ഓൾ. താങ്ക് യു സാറേ. താങ്ക് യു. Thank you, sir. Thank you so much. Thank you all. താങ്ക് യു സർ. താങ്ക് യു. നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു സോ മച്ച്.